ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ചത്തെ ഒരു സ്മോൾ ഗ്രൂപ്പ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരല്പം ആൾ കുറവായിരുന്നു. ഞാൻ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ലിജോ എന്ന് വിളിച്ചപ്പോൾ ലിജോ പറഞ്ഞ് ഞാൻ മീറ്റിങ്ങിന് ചെല്ലുമെന്ന് പറഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് വരാഞ്ഞെന്ന്. അപ്പോൾ വീട്ടുകാരനെ വിളിച്ച് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോസിനെ വിളിച്ചു. ജോസ് പറഞ്ഞു ഞാൻ ജോലി കഴിഞ്ഞ് വന്നാലേ അവളുടെ ഡ്യൂട്ടിയുടെ കാര്യം അറിയാൻ പറ്റൂ, അതുകൊണ്ട് അത് കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. എന്താ ഡ്യൂട്ടി എന്നായിരിക്കുമല്ലേ, 3 പേരെ നോക്കുന്ന പോരാഞ്ഞിട്ട്. പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞതാട്ടെ, ഈ കോളുകളൊക്കെ വെറുതെ ഞാൻ ഒന്ന് അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. പലരും ഞെട്ടുന്നുണ്ടായിരിക്കും, ഞാൻ ഇവരാരെയും വിളിച്ചൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ സംഗതി വരാത്തവരോട് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വിധത്തിലാക്കിയാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒന്ന് പരിഹരിക്കാൻ പറ്റിയ കാര്യം. മാനസികമായിട്ട് എളുപ്പം പ്രയാസം ഈ സമയത്തൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു വാക്യം വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2:26. ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. മതി, അത്രേ ഉള്ളൂ. നമ്മളൊത്തിരി കൈകാര്യം ചെയ്തിട്ടുള്ളൊരു വസ്തുതയാണ്. 1-2 കാര്യങ്ങൾ നമുക്ക് ഇവിടെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഏതൊരു പ്രത്യേകിച്ച് പെന്തക്കോസ്ത് ബ്രദറൻ വിശ്വാസികൾക്ക് കണ്ണുമടച്ച് നിർവചനം പറയുന്ന ഒരു വാക്കുണ്ടെങ്കിൽ വിശ്വാസം എന്നാലെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ എന്താണ്? അത്രേ ഉള്ളൂ, ഇത് തന്നെ. ഇത് കഴിഞ്ഞ് ഇതിനെപ്പറ്റി ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തോട്ട് എന്തുവാണ് ഈ ഒരു വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസം തൊട്ട് കാണിക്കാൻ പറ്റുമോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ അടുത്ത് നടക്കാൻ പോകുന്ന എന്തിൻ്റെയോ ഒരു ഉറപ്പാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യത്തിൻ്റെ നിശ്ചയം എന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് 100% നമ്മൾ വിശ്വസിക്കാം. എന്ന് പറഞ്ഞാൽ വിശ്വാസം ലോകത്തെല്ലായിടത്തും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യാപാരം. ഉദാഹരണത്തിന് നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. അവർ നമുക്ക് ഭക്ഷണം തരുന്നത് എന്തുകൊണ്ടാണ്? ഇവൻ്റെ പൈസ ഉണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. ലോകത്ത് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലാത്തതും അവിടെ നിന്ന് ഇറങ്ങി ഓടിയതും അവിടെ ജോലി ചെയ്യാൻ നിന്നതും ഒക്കെ ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വസിച്ചാൽ, ഇതൊന്നും മനസ്സിൽ കണക്കൂട്ടിയിട്ടല്ല അവർ നമുക്ക് കയറി ചെല്ലുന്ന ഏതൊരാൾക്കും ഒരു ഭക്ഷണം തരുന്നത്. അതുകൊണ്ടല്ല. ഇതിലും ഭയങ്കര ടെൻഷനുള്ളൊരു സംഗതിയാണ് ഈ സ്ഥലമിടപാട്. കാരണം മിക്കവാറും ഈ ആധാരം ഒപ്പിടാൻ ചെല്ലുന്നതിനും മണിക്കൂറുകൾക്ക് മുമ്പ് പണമിടപാട് മൊത്തം കഴിഞ്ഞിരിക്കും. മിക്കവാറും വാങ്ങുന്നവന് ഒരു ഭയങ്കര ടെൻഷനായിരിക്കും. കാര്യം ഈ ഒരു മണിക്കൂറിൽ ആ സമയത്ത് ഈ ആൾ ഒപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ മുഴുവൻ പോകുന്നൊരു സന്ദർഭത്തിലോട്ട് ചിലപ്പം വലിയൊരു തുകയുടെ ഇടപാടായിരിക്കും. പക്ഷേ ഇവിടെ എല്ലാം ഒരു വിശ്വാസം ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകം ഇന്നത്തെ പോലെ നമ്മളുടെ ക്രയവിക്രയങ്ങളെല്ലാം നടന്ന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്വാഗതം. അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന ഈ വിശ്വാസം എന്താ? ഇനിയിപ്പോൾ നമുക്ക് ഓരോന്ന് ആലോചിച്ചെടുക്കണം, അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, അതിന് സമയം തരാം. ഇതിൻ്റെ 17-ാം വാക്യം കൂടെ ഒന്ന് വായിച്ച ഈ അധ്യായത്തിൻ്റെ തന്നെ. അപ്പോൾ ഒരേ വാക്യമാണ്. തുടക്കത്തിൽ അങ്ങനെ ഇങ്ങനെ എന്ന് മാത്രം മാറ്റി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട്. ഒത്തിരി ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പം കാര്യങ്ങൾ ചിന്തിച്ച് പോവാം. നിർജീവം എന്ന് പറഞ്ഞാൽ എന്താ? ജീവനില്ല. ആദ്യത്തെ ഉദാഹരണം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഉദാഹരണം? ആത്മാവില്ലാത്ത ശരീരം എന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അപ്പോൾ ഇതിലേതായിരിക്കും ശരീരം? ഏതായിരിക്കും ആത്മാവ്?
വിശ്വാസം ശരീരമാണ്. അതാണ് നിർജീവമാകുന്നത്. അത് നിർജീവമാകാതിരിക്കാൻ എന്ത് വേണം? ചെറിയ അനക്കം വേണം, അല്ലേ? അങ്ങനെയാണ് ജീവനുണ്ടോ നമ്മൾ തിരിച്ചറിയുന്നത്. എന്ത് വേണം അതിന്? പ്രവൃത്തി വേണം. അപ്പോൾ വിശ്വാസം നിർജീവമാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പ്രവൃത്തി വേണം. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ വിശ്വാസം കൊണ്ട് വല്ല എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? പലരും പറയാറുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിച്ച് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് വിടുതൽ തന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അതിൻ്റെ പർപ്പസായിരുന്നു ഇത്. അങ്ങനെ നിങ്ങളെ അടിച്ചിറക്കാതെ ഏത് തോട്ടത്തിൽ തന്നെ അങ്ങ് താമസിപ്പിച്ചാൽ മതിയായിരുന്നു. ഈ പ്രാർത്ഥനയുടെയും ആ കേൾക്കുന്നതിൻ്റെയും മറുപടി തരുന്നതിൻ്റെയും ഒന്നും പ്രയാസമില്ലാതെ കാര്യങ്ങൾ മുമ്പോട്ടങ്ങ് പോയേനെ. ഇതിന്റെ 14-ാം വാക്യം ഒന്ന് വായിച്ചേ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അപ്പൊ വിശ്വാസം എന്തിനാ? രക്ഷ പ്രാപിക്കാനാ വിശ്വാസം. വിശ്വാസം എന്തിനാ? രക്ഷ പ്രാപിക്കാനാ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഇനി ആ വിശ്വാസം, രക്ഷ പ്രാപിക്കാനുള്ള വിശ്വാസത്തിന് പ്രവർത്തികളില്ല എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം എന്തായി? നിർജീവമായി. ഈ നിർജീവമായതിനെ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? നിർജീവമായതൊന്നും കാലാകാലങ്ങളിലേക്ക് ശേഷിക്കാറില്ല. ശേഷിക്കുന്ന അപൂർവം ചില സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഹിമാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറി ആ ഏറ്റവും ടോപ്പിലുള്ള അവസാനത്തെ ലാപ്പ് എടുക്കുമ്പോൾ വീണുപോയി മരിച്ച കുറച്ച് പേരുണ്ട്. അവരിപ്പോഴും ഈ ഡ്രസ്സ് പോലും മാറാതെ അവിടെ കിടപ്പുണ്ട്. ഇതൊഴിച്ച് മരിച്ച ഒരെണ്ണവും അതുപോലെ പിന്നെ ശേഷിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ വിശ്വാസം മരിച്ചിരിപ്പുണ്ടെന്നുള്ള ധാരണയിൽ ആരും പോകണ്ട. മരിച്ചെങ്കിൽ ചീഞ്ഞും കാണും. നിങ്ങൾ തന്നെ എടുത്ത് നാറ്റം കൊണ്ട് കളഞ്ഞും കാണും. ദൈവത്തിന് സ്വാഗതം. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിലേക്ക് എത്തില്ലേ പെട്ടെന്ന് തന്നെ. വിശ്വാസത്തിൽ സാധാരണ യേശുക്രിസ്തുള്ള വിശ്വാസത്തിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഓർമ്മയുണ്ടോ? യേശുക്രിസ്തുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ പ്രവൃത്തി. ഇതാദ്യം ചെയ്തിരിക്കണം. ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആർക്ക് ഒഴിവാക്കാമായിരുന്നു? യേശുക്രിസ്തുവിന് ഒഴിവാക്കാമായിരുന്നു. വേണമെങ്കിൽ അതിന് തത്തുല്യമായ പ്രവൃത്തി വരെ ചെയ്തിട്ടുണ്ട്. ലൂക്കോസ് 2:24 വേണമെന്ന് വായിച്ചു. അതെ. ഒരു ഇണകുക്കാവിനെയോ രണ്ടു ഭാവിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യേശുവിലേക്ക് കൊണ്ടുപോയി. മതി. അപ്പോൾ യേശുവിനെ ആദ്യം വേണേ കാത്തക്കിസം എന്നൊക്കെ കത്തോലിക്കർ വിളിക്കുന്ന ഒരു സംഗതി ഇസ്രായേൽ സമൂഹത്തിൻ്റെ ആദ്യത്തെ ഒരു പ്രവൃത്തിയായത്. കാത്തക്കിസം ഇതല്ല. കാത്തക്കിസിന് തുല്യമായ അവർക്ക് വേറൊരു പ്രവൃത്തി ഉണ്ടല്ലോ, ബെൻ മിത്സ്വ എന്നൊക്കെ പറയുന്ന, ബേത്ത് മിസ്വ എന്നൊക്കെ പറയുന്ന രണ്ട് സംഗതികളുണ്ട്. എന്നാലും ആദ്യത്തെ ആലയത്തിലേക്കുള്ള ഒരു എൻട്രൻസ്, ഒരു ശുദ്ധീകരണം, ഏറ്റവും ആദ്യത്തെ ആൺകുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിക്കുന്ന ആ പ്രവൃത്തി, ഒരു യാഗം അവിടെ കഴിഞ്ഞു. പക്ഷേ യേശുക്രിസ്തുവും എന്തൊഴിവാക്കിയില്ല? സ്നാനം എന്ന് പറയുന്ന പ്രവൃത്തി ഒഴിവാക്കി. അപ്പോൾ വിശ്വാസത്താൽ ആദ്യം വേണ്ടത് യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി പ്രഖ്യാപിക്കുന്ന ആ ഒരു സംഗതിയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിലൂടെ പോയത് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട 2 വാക്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഈ വിഷയത്തിൽ തിരിച്ചു വരാം. ദൈവം ദോഷങ്ങളാൽ ഓക്കെ 13-ാം വാക്യം ഒന്ന് വായിച്ച 1-ന്റെ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു.
ആ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, സ്വയം അനുഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദോഷങ്ങളാൽ യേശു അല്ലെങ്കിൽ ദൈവം പരീക്ഷകളിലൂടെ കടന്നു പോകുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ദോഷങ്ങളാൽ ഒരിക്കലും ആരാലും പരീക്ഷിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ദൈവം ആരെയും പരീക്ഷിക്കുന്നുമില്ല. ദോഷങ്ങളാലെന്നല്ല, ഒരു വിധത്തിലും ആരെയും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യിൽ പ്രാങ്കില്ലെന്ന്. ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് ഉപയോഗിച്ചത്. ഇവർക്കൊക്കെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ മറ്റൊരു വസ്തുവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു വാക്കുണ്ട്, 2:10. ഇതുമായിട്ട് നമ്മളെ വിഷയമായിട്ട് ബന്ധമില്ല, എങ്കിലും ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി ഇതെന്തിനാ വായിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മളെ പഴയ നിയമത്തിൽ ഏതെങ്കിലുമൊക്കെ വാക്യം വായിച്ചിട്ട് നിങ്ങളിതനുസരിക്കണം എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുന്ന ചില വസ്തുക്കളുണ്ട്. കൽപ്പനയെക്കുറിച്ചല്ല ഞാനീ പറയുന്നത്, ന്യായപ്രമാണത്തെക്കുറിച്ച്, യഹൂദനെ കൊടുത്ത ന്യായപ്രമാണത്തെക്കുറിച്ച്. ഇതിൽ ഒരു ചെറിയ പ്രശ്നം ഒളിഞ്ഞു കിടപ്പുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വായിച്ചത്. നിങ്ങളത് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി അധികം ചെയ്താലൊക്കെ ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്നൊന്നും പറയരുത്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതെന്നൊക്കെ പറയാം, അല്ല രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നൊന്നും പറയരുത്. പറഞ്ഞാൽ ചിലപ്പോൾ ഉള്ളതോടെ ഇല്ലാതാകത്തേ ഉള്ളൂ. ഇവിടെ ഒരെണ്ണം തെറ്റിയാൽ സകലത്തിനും തെറ്റിയതായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഒരു സിംഗിൾ പാക്കേജാണ്. ഇതിൽ 1 ചെയ്തു അല്ലെങ്കിൽ 99 ചെയ്തു ഒരെണ്ണം വിടാമെന്നുള്ള സംഗതി ഇല്ല. ഇതുകൊണ്ടാണ് ഇത് സാധ്യമല്ല എന്ന് അന്നേ പറഞ്ഞത്. അപ്പോസ്തലന്മാരൊക്കെ പറഞ്ഞത് നമുക്ക് താങ്ങാൻ കഴിയാത്ത ഭാരം എന്ന് അവർ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് ചെയ്യാൻ പറ്റുന്നതല്ല. 99 ചെയ്തിട്ട് ഒരെണ്ണം വിട്ടാലും എത്രത്തിനും കുറ്റമായി, 100ൻ്റെയും കുറ്റക്കാരനായി തീർന്നു ദൈവത്തിന് സ്വാഗതം. അപ്പോൾ പുതിയ നിയമം പഴയ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ സംഗതി എടുക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് സ്വാഗതം. അപ്പോൾ ഇനി വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്, എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കേണ്ടതെന്ന് മനസ്സിലായി അല്ലേ? എന്തിനു വേണ്ടിയാണ്? രക്ഷയ്ക്ക് വേണ്ടിയാണ് വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഇനി എന്താണ് വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ് വിശ്വസിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തായി? ഒറ്റ വാക്കിൽ സുവിശേഷമായി. ഇതാണ് വിശ്വസിക്കേണ്ടത്. സുവിശേഷത്തെ വിശ്വസിച്ചാൽ നമുക്ക് ഇന്നൊരു ചെറിയ പ്രയാസം നേരിടാൻ സാധ്യത കൂടുതൽ. കഷ്ടതയെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയും. കാര്യം വാസ്തവമായി നാം സുവിശേഷം വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് രക്ഷ സ്വീകരിച്ച് ഞാൻ ഉത്തരം പറയാം. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പ്രയാസം. നിങ്ങൾ മാനക്കെടുത്തു. ഞാൻ നിങ്ങളെ ആരും ഇന്നുവരെ ഉത്തരം പറഞ്ഞതിന് മാനം കെടുത്തിയിട്ടില്ല. എന്നാലും നിങ്ങൾ ഉത്തരം പറയാറില്ല. അതെ, നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ എനിക്ക് നിത്യത നഷ്ടപ്പെടരുത്. ഈ ഒരു തീരുമാനം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ യേശുവിനെ സ്വീകരിച്ചത്, അല്ലെങ്കിൽ ഈ വിശ്വാസം സ്വീകരിച്ചത്. ഉറപ്പല്ലേ? ഞാൻ ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞിട്ട് ഇതിലോട്ട് മടങ്ങി വരാം. ഞാൻ വേറൊരു ആളിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരു ദൈവദാസൻ്റെ ചില പഴയ ഏടുകളൊന്ന് പരിശോധിച്ചു. ആ ദേവദാസന്റെ പേരെന്തായിരുന്നു? അതെ, ആളിൻ്റെ പേരെന്താ? അപ്പോൾ ഈ ദേവദാസൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് പോകാൻ വേണ്ടി ദൈവം പല ആവർത്തി ഇദ്ദേഹം പറഞ്ഞപ്പോഴും ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, വേറെ ആരെങ്കിലും വിടണം. കാര്യം ഇദ്ദേഹം വാദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ, ലെസ്റ്റർ സമ്രാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ ആളിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ചെയ്യാകുന്ന പരമാവധി കാര്യം ചെയ്തു. ഇനി ആരെങ്കിലും അയക്കണം. കാര്യം ഇദ്ദേഹത്തിന് വേറെ പ്രവൃത്തിയുണ്ട്, വേറെ ബിസിയാണ്. ദൈവം പറയുന്നത് പറ്റത്തില്ല. ഏറ്റവും അവസാനം ദൈവം പറഞ്ഞു, വേറെ ആരുമില്ല. ഇത് കേട്ടപ്പോൾ
ഇദ്ദേഹം പോകാൻ തയ്യാറായെന്നാണ് പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം പോകാനുണ്ടായ കാരണം അദ്ദേഹം പറഞ്ഞു. കാര്യം, ഞാൻ പോയില്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ആള് നശിക്കുക. ഒരാത്മാവിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എന്താ ചെയ്തത്? അദ്ദേഹം പോകാൻ തയ്യാറായത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മളെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നു എങ്കിൽ അതേ വചനം, അതേ ദൈവത്തെയും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാമായിരുന്നത് മറ്റാർക്കും സംഭവിക്കും എന്നുള്ള ബോധ്യവും നമുക്ക് വേണം. അതുപോലെ തന്നെ മറ്റുള്ള പലരും നമ്മളാൽ തന്നെ ദൈവത്തോട് അടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള സാഹചര്യവും നിലനിൽക്കുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യെഹെസ്കേൽ 3:20 വായിച്ചു. നീതിമാൻ തന്റെ നീതി വിട്ടുമാറി നീതിയോട് പ്രവർത്തിച്ചിട്ട് ഞാൻ അവന്റെ മുൻപിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും. നീ അവനെ ഓർപ്പിക്കായതുകൊണ്ട് അവൻ തന്റെ പാപത്തിൽ മരിക്കും. അവൻ ചെയ്ത നീതി അവനെ കണക്കിടുകയുമില്ല. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള വസ്തുതയെക്കുറിച്ചായി പറയാം. നമുക്ക് അറിവ് ലഭിക്കുന്ന വസ്തുതകൾ തത്സമയം കൈമാറേണ്ടത് കൈമാറിയില്ല എങ്കിൽ ഇടർച്ച മുമ്പിൽ വയ്ക്കപ്പെട്ടവൻ അവൻ്റെ അനീതിയിൽ അവൻ മരിക്കും. അവൻ്റെ രക്തം നമ്മോട് ചോദിക്കും. ദൈവത്തിന് ചില സ്ഥലങ്ങളിൽ അയക്കാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ള ബോധ്യം നമുക്ക് ഓരോ നിമിഷവും ഉണ്ടായിരിക്കണം. ചില പ്രത്യേക ദൗത്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഉള്ള ബോധ്യം നമുക്ക് ഓരോ നിമിഷവും നമ്മളെക്കുറിച്ചുണ്ടായിരിക്കണം. ആ ദൗത്യം നാം വിശ്വസിക്കുകയും അതിൽ നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും നാം ചെയ്യണം. ദൈവത്തിന് സ്വാഗതം. ഇതിൻ്റെ മറുവശം കൂടെ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. വിശ്വാസമില്ലാത്തൊരു പ്രവൃത്തിയുണ്ട്. ചിലർ ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ പ്രവൃത്തി മാത്രം ചെയ്യും. ഇതുമായിട്ട് ബന്ധമുണ്ടോ? ക്രിസ്തുവുമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. സൽപ്രവൃത്തി ചെയ്യുന്നവരെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. ഇഷ്ടമുള്ളപ്പോൾ എന്തെങ്കിലും സൽപ്രവൃത്തികൾ ചെയ്തിട്ട് അത് രക്ഷയ്ക്ക് കാരണമാകുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ഒരിക്കലും രക്ഷയ്ക്ക് കാരണമാകുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസം, പാപപരിഹാരത്തിന് ക്രിസ്തുവിലുള്ള വിശ്വാസം. ഇനി മറ്റൊരു വസ്തുതയാണ്, ചിലരൊന്ന് കവർ ചെയ്യാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മുടെ പിള്ളേരൊക്കെ ചെയ്യുന്ന പോലെ. ഈ പുസ്തകം എടുത്ത് വെച്ചേക്കും. ആ പുസ്തകത്തിൻ്റെ ഒരു താളിൻ്റെ ഇടയിൽ അടിച്ചു മാറ്റിയൊരു മൊബൈലും കാണും. ഈ ഗെയിം പരമാവധി സമയം കളിക്കും. നമ്മുടെ വെട്ടം കാണുമ്പോഴത്തേക്ക് അവർ ആ പേജൊന്ന് വായിക്കും. നമ്മുടേത് പറ്റും. പിള്ളേരുടെ കാര്യം ഓക്കെയാണ്, പക്ഷെ നമ്മുടെ കാര്യം ഓക്കെ അല്ല. പാസ്റ്റർക്കും പറ്റും, കൂട്ടുവിശ്വാസികൾക്കും പറ്റും. ചിലപ്പോൾ ഇതങ്ങ് സഹിയിടും കേട്ടോ, ഈ കൂട്ടുവിശ്വാസികളുടെ പ്രശ്നം. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അനീഷ് ഈ അവധി കഴിഞ്ഞ് വന്നപ്പം ആദ്യം എന്നെ ദൂരെ നിന്ന് കണ്ടപ്പോഴേ പറഞ്ഞു അവൻ്റെ ടിക്കറ്റ് 20-ാം തീയതിക്ക് എടുത്തിട്ടുണ്ടെന്ന്. പറഞ്ഞാൽ ഇനി അത് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കരുതെന്ന്. നമ്മൾക്ക് ബോധിപ്പിക്കേണ്ട ആരെടുത്താ? ദൈവത്തിനടുത്താ. ഹൃദയം ഉൾപ്പെടെ അറിയാവുന്ന ആ ദൈവത്തിനടുത്ത് ഞാൻ പറയാ, ഞാൻ പതിവായിട്ട് അൽഷോലയെ പോകും, പക്ഷെ എനിക്ക് അവിടുത്തെ കുബൂസാണ് ഇഷ്ടം. ജീവിതത്തിൽ ഇന്നലെ ചീസ് കുബൂസ് പോലും കഴിച്ചിട്ടില്ലാത്തവനാണ് പറഞ്ഞത് അൽഷോലയിലെ കുബൂസാണ് ഇഷ്ടമെന്ന്. ഞാൻ എൻ്റെ കൂടെ ഒരു ചിക്കൻ കൂടെ വാങ്ങിക്കുന്നേ ഉള്ളൂ. ചിക്കൻ ഇഷ്ടമല്ല, പിന്നെ അവർ അത് മാത്രം തരത്തില്ല. മക്കളെ, ഇതിവിടെ ചിലവാകും. നമ്മുടെതൊക്കെ കച്ചവടം നടക്കും. വിറ്റോ, ഇഷ്ടം പോലെ വിറ്റോ, പക്ഷെ അവിടെ ചിലവാകത്തില്ലെന്ന് ഓർത്തോ. ഹൃദയം കാണുന്നവനോട് ദിവസവും ഉത്തരം പറഞ്ഞോ. ഇത് വിശ്വസിക്കുന്നുവെന്ന്
അവന് മനസ്സിലായിക്കൊണ്ടേയിരിക്കണം. എന്ന് പറഞ്ഞാൽ വിശ്വാസം വെറുതെ ഉള്ളിൽ വെച്ച് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ദൈവവചനം ഉറപ്പായിട്ട് നമ്മളോട് പറയുന്നത്. എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് നിങ്ങൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തികളിലൂടെ ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന്, ക്രിസ്തുവിൻ്റെ രക്ഷയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കണം. ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ദൗത്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, വളരെ സവിശേഷമായിട്ട് എനിക്ക് തോന്നി. കാണ്ടാമൃഗത്തെ നിയന്ത്രിക്കാം, ആനയെ നിയന്ത്രിക്കാം, നാവിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. തിമിംഗലത്തെ നിയന്ത്രിക്കാം, പരിശീലിപ്പിക്കാം, നാവിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കഴുകനെ പരിശീലിപ്പിക്കാം, നാവിനെ പരിശീലിപ്പിക്കാനൊക്കത്തില്ല. ദൈവത്തിന് സ്വാഗതം. പിന്നെന്തേ ചെയ്യാൻ പറ്റൂ? ദൈവത്തിന് സ്വാഗതം. നാവ് സംസാരിക്കുന്നത് എന്തുവാ? ആരും ഇവിടെ പറഞ്ഞു, സൗണ്ട് കേൾക്കുന്നുണ്ട്. അല്ലല്ല, അതെ, അകത്ത് നിറയുന്നത്. അപ്പോൾ നാവിനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മുംതാസ് അടിച്ച നാവിൽ നിന്ന് എന്തേ വരൂ? മുംതാസ് ഡീസൽ അടിച്ച, ബിവറേജസിനെ അടിച്ച അത് പുറത്തോട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം പ്രവൃത്തിയാൽ പ്രഖ്യാപിക്കുവാൻ ആവർത്തിച്ച് നമ്മോട് സംസാരിക്കുന്ന ലേഖനമാണ് യാക്കോബിൻ്റെ ലേഖനം. റോമാലേഖനം എഴുതിയ പലപ്പോഴും ഈ വേദപണ്ഡിതന്മാർ തമ്മിൽ അവരുടെ തർക്കങ്ങളിൽ വരുന്ന ഒരു വസ്തുത തന്നെയാണിത്. റോമാലേഖനം എഴുതിയപ്പോൾ രക്ഷ വളരെ സ്വീകാര്യമായതും എല്ലാവർക്കും ലളിതമായി കിട്ടുന്നൊരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് യാക്കോബ് എഴുതിയാണെന്ന് പോലും പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശ്വാസം നിർജീവമാകരുത്. കാര്യം നിർജീവമാകുന്നതിൻ്റെ കാരണം അയാളുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ ആ നിർജീവമായതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുകയുള്ളൂ. ആ വിശ്വാസം നമുക്ക് വേണ്ടി ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. അതുപോലും അതിന് ചെയ്യാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ വിശ്വാസത്തിന് പ്രവൃത്തിയില്ലാത്തത് കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാവുന്നുണ്ട്? ലക്ഷത്തമ്രാളുടെ ഒരു ശുശ്രൂഷയുടെ തുടക്കത്തിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളിൽ ഉണ്ടാകുന്ന ആ നിഷേധത്തിൻ്റെ വസ്തുത. അദ്ദേഹം ഇന്തോനേഷ്യയിൽ ഒരു ശുശ്രൂഷയ്ക്ക് പോയിട്ട് ആദ്യത്തെ ആ മീറ്റിങ്ങിൻ്റെ എല്ലാം നമുക്കറിയാം, മനസ്സിലാക്കാവുന്നുള്ളൂ. അമേരിക്കയിൽ നിന്നും പേര് കേട്ട ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ 20-ാം വയസ്സ് മുതൽ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു ദൈവദാസൻ വന്നിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന ബാക്കിയുള്ള ആ ഒരു ചുറ്റുവട്ടം എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മണിക്കൂറോളം ബാക്കിയുള്ള വർഷിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്. ഒത്തിരി വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ട്, പാസ്റ്റർമാരുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ത്രീ മാത്രം ഇങ്ങനെ വായിൽ നിന്ന് എന്തോ ഒരു പച്ച നിറത്തിൽ എന്തോ ഒരു പത അവരെ വായിൽ നിന്ന് വരുന്നുണ്ട്. അവർ അതും കൊണ്ട് ഇങ്ങനെ സ്റ്റേജിന് മുമ്പിൽ നിന്ന് തൊട്ട് താഴെ ജനം ഇരിക്കുന്നതിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഒരാളാലും നിയന്ത്രിക്കപ്പെടുന്നില്ല, ആരും ഒന്നും പറയുന്നില്ല. ദൈവം ആവർത്തിച്ച് ഇദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്, നീ അതിനെ ശാസിക്കണം. കാസ്റ്റ് ദ ഡീമൺ ഔട്ട്. ഇതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ദൈവത്തിൻ്റെതായ ഉത്തരവ്. അപ്പോൾ ഇത്രയും നേരം ഇദ്ദേഹം ക്ഷമിച്ചിരുന്നിട്ടും ഒരാളും ഒന്നും ചെയ്യാത്തതിൻ്റെ ഒരു അമർഷവും, അടുത്ത് തൻ്റെ ശുശ്രൂഷ മുഴുവൻ തടസ്സപ്പെടാൻ പോകുന്നുള്ള വികാരവും കൂടെ ആയിട്ടാണ് ഇദ്ദേഹം എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് മൈക്ക് കിട്ടിയ പാടെ ഒറ്റ അലർച്ചയായിരുന്നു എന്ന് പറഞ്ഞു. പോയി എവിടെ ഇരിക്കാൻ. മീറ്റിംഗ് തീരുന്നതോടെ ഭവ്യതയോടെ പോയി അവിടെ അടങ്ങിയിരുന്നു. അവരെ മുഖവും തുടച്ചു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് തിരിച്ചറിഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും ഇത് തന്നെയായിരിക്കും. കാര്യം ദൈവം നമ്മളെ നിയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഒരു റിലക്റ്റൻസ് ഉണ്ടായിരിക്കും. അതല്ല ഞാൻ സർവ്വസന്നദ്ധനാണെന്ന് പറയാൻ ശ്രമിക്കരുത്. ദൈവം നിയോഗിക്കുന്ന പല സ്ഥലങ്ങളും ചിലപ്പോൾ നമ്മുടെ രുചിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളായിരിക്കണമെന്നില്ല.
നമുക്കറിയാം. മോശയെക്കുറിച്ച് നമുക്കറിയാം. മോശയെക്കുറിച്ചൊക്കെ ദൈവം പ്രകീർത്തിച്ച് പറഞ്ഞ വ്യക്തികളൊക്കെയാണ്. അവർക്കും ഒക്കെ ഉണ്ടായ അതേ സ്വഭാവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കും അതേ സ്വഭാവം ഉണ്ടാവും. പക്ഷേ നാം വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. ദൈവം നമ്മളെ നിയോഗിക്കുന്ന സ്ഥലത്ത് എന്തിനു വേണ്ടി നിയോഗിക്കുന്നു? ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങളായിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വേളയിൽ ഒരു പൈശാചിക ശക്തി ഏതെങ്കിലും വിധത്തിലുള്ള സ്വഭാവം കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയോഗം നിങ്ങൾ തിരിച്ചറിയണം. ദൈവ പൈതലിന് ഇതിനെ ഭയക്കേണ്ടവരല്ല ഒരു കാരണവശാൽ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ശുശ്രൂഷ നിർത്താൻ കാരണം ഈ പൈശാചിക ശക്തികൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഭയത്തിലൂടെയല്ല നമ്മൾ പോകുന്നത്. പിശാചിൻ്റെതായ ചോദ്യങ്ങൾ നമ്മളോട് നേരെ ഉയർന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. നാം അതിന് ഉത്തരം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിശാച് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയണമെന്നുള്ളത് നമ്മുടെ നിർബന്ധമൊന്നുമല്ല. പിശാച് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ശ്രമം എന്തായിരിക്കും? ഈ ആരാധനയോ അതിൻ്റെ ലക്ഷ്യങ്ങളോ നടക്കാതിരിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഒരിക്കലും അതിനെ സംസാരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പക്ഷേ നാം വിശ്വസിക്കേണ്ടത് നമ്മിലുള്ള ആത്മാവിനെയാണ്. അത് മനസ്സിലായോ? ഇതാണ് വിശ്വാസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. വിശ്വാസത്തിന് പ്രവൃത്തി ഉണ്ടാകണം. ആ പ്രവൃത്തി നമ്മുടെ നാവിൽ നിന്ന് തന്നെ വരണം. യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, വിശ്വാസം എങ്ങനെ വളർത്താമെന്ന്. അപ്പം വിശ്വാസം വളരുന്നതിനെക്കുറിച്ചല്ല, ഏറ്റവും ചെറിയ വിശ്വാസത്തെക്കുറിച്ച് യേശു പറഞ്ഞത് എന്താ? സംസാരിക്കണം. വിശ്വാസം എന്ത് ചെയ്യണം? സംസാരിക്കണം. നിങ്ങളുടെ നാവിലൂടെ വിശ്വാസം വരണം. ഇതിനെക്കുറിച്ച് യേശു അവരോട് പറഞ്ഞത്. വിശ്വാസം വളരുകയല്ല, വിശ്വാസം നിങ്ങളിൽ പിന്നെയും പിന്നെയും ഉറക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ പുറത്തു വരുമ്പോഴത്തേക്ക് ആ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ പ്രവൃത്തി ചെയ്തതിന് ശേഷം നമ്മൾ വിശ്വാസം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അന്നോട്ട് നമ്മൾ വിശ്വാസിയാണെന്ന്, നമ്മളിൽ വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ സ്വയം പരിഗണിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരല്പം മെനക്കെടാൻ നമ്മൾ തയ്യാറല്ല ഇപ്പോഴും. അതിനുവേണ്ടി എനിക്കൊരു സഹോദരനെ അറിയാം. ഇപ്പം ജോലി ഇച്ചിരി കൂടിയതുകൊണ്ട് ഉറക്കം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരനോട് എന്നാൽ 2 പാട്ട് പാടി പ്രാർത്ഥിക്കാവുന്ന ഭാര്യ സഹോദരി ആവുന്ന പറഞ്ഞിട്ടും ഒരു പാട്ടിൽ കുടുംബ പ്രാർത്ഥന ഒതുക്കിയ ആളാണ്. ഇപ്പം ഓവർ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആളിനെ അറിയണമായിരിക്കും അല്ലേ? കാര്യം പറഞ്ഞാൽ മതി. ആളിനെ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വഴി പോകുന്നതാണല്ലോ, നമ്മൾ അതിനുവേണ്ടി തയ്യാറാണ്. മറ്റേത് ഇപ്പം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഏതാ നിത്യതയിലെ പ്രതിഫലം ഇപ്പോഴല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നമുള്ളത്. എന്നാൽ ഇത് അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ തരികെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കുമായിരുന്നു. കുറച്ചെങ്കിലും ചെറിയൊരു അഡ്വാൻസ് എങ്കിലും നമുക്ക് എടുക്കാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈനംദിന പ്രാർത്ഥനകളിൽ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്ന വസ്തുക്കളുണ്ടാകും. ഇനി ഒരു വസ്തുത ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ സഹോദരങ്ങളായിരിക്കുന്ന ദൈവദാസന്മാർ ഒത്തിരി പേര് ജയിലിനകത്തുണ്ട്. കുറച്ചൊന്നുമല്ല കേട്ടോ, കുറച്ചൊന്നുമല്ല, ഒത്തിരി പേരുണ്ട്. ചിലരെങ്കിലും ശ്രദ്ധിച്ചാണ്, ചിലർക്ക് ഞാൻ ഫോർവേഡും ചെയ്തു. ദൈവദാസനിൽ കൊടുത്തുള്ളതിൻ്റെ ഒരു സന്ദേശം, ഒരു ആത്മീയ സന്ദേശമൊന്നുമല്ല, ഒരല്പം ചരിത്രമാണ്, അല്ലെങ്കിൽ ഒരു സന്ദേശമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത 2-3 ദിവസങ്ങളിലുള്ളിൽ ഇറങ്ങിയ ഏതെങ്കിലും ഒരു സന്ദേശം നിങ്ങൾ കേട്ടാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ശക്തമായി സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ, ദൈവമക്കൾ അനേകം പേര് പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിത് അറിയുന്നില്ല എന്ന് മാത്രമേ. എന്ന് പറഞ്ഞാൽ പ്രധാന വാർത്താ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് കൈകാര്യം ചെയ്ത് ഭരണ സംവിധാനത്തെ അവരുടെ വിരോധം സമ്പാദിക്കാൻ തയ്യാറല്ല. കാരണം എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നത് ഗവൺമെൻറ്റുകൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റും അതിന് കിട്ടുന്ന പ്രതിഫലവും കൊണ്ടാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ നടക്കുന്നത്. ഇത് നടക്കാതിരിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് അവർ സർക്കാരുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. അവർക്കെല്ലാം ലഭിക്കുന്ന ഒരു പരസ്യമുണ്ട്, അതിന് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് അവർക്കത് ചെയ്യേണ്ടത്. എന്നാൽ മറ്റ് പല മാധ്യമങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരും ഒക്കെയും ഇതിനാവശ്യം പോലെ പ്രചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് അത് ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പോകാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഒരല്പ
അല്പസമയം അതിനുവേണ്ടി വേർതിരിക്കാൻ നമുക്ക് കഴിയും. ഇനി മറ്റൊരു വസ്തുതയും കൂടെ ഞാൻ നിങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയാൻ വിളിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാനും സാവകാശം എടുത്ത് പ്രവർത്തിക്കാനും കഴിയും. കാരണം ഇന്ന് നമുക്ക് ലോകം മൊത്തം എത്താൻ പോലും പ്രയാസമല്ല നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ നിന്ന്. നിങ്ങളൊരു വസ്തുത വിൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ ലോകമെമ്പാടും വിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ ബഹറിന് ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് വിൽക്കുന്ന സാധനം അന്റാർട്ടിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം അറിയുന്ന ഈ ക്രിസ്തുവിനെയും അതുപോലെ കൊടുക്കാൻ നമുക്ക് കഴിയും. അങ്ങനൊരു ബോധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടറ്റവും പറഞ്ഞ, നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്. കാര്യം ചിലപ്പം ഒരു പ്രായോഗികതയിലേക്ക് നമ്മൾ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നാം എന്ത് ചെയ്യും? എന്ത് പ്രവൃത്തി ഞാൻ ചെയ്യും? ആദ്യത്തെ പ്രവൃത്തി ഞാൻ പറയാം. ആദ്യത്തെ പ്രവൃത്തി ഒന്ന് ഞാൻ പറഞ്ഞു, അതാ സ്നാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പ്രവൃത്തി, നാം പോയാൽ എന്ത് പറയും എന്ന് സംശയമുള്ള ഒരുപാട് പേരുണ്ട്. ഇന്ന് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും നമ്മളെ നേരെ ഉയരുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ദൈവവചനത്തെക്കുറിച്ച്, അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അത് ലോകത്തെങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെക്കുറിച്ച്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് നേരെ ഉയരും. ഈ ഓരോ ചോദ്യങ്ങൾക്കും തൃപ്തികരമാം വിധം ഉത്തരം പറയേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ഉദാഹരണത്തിന്, ഇപ്പം ഇവിടെ ഈ നമ്മുടെ നാട്ടിലൊരു പേര് കേട്ട മുല്ല നമ്മളടുത്ത് സംസാരിക്കാൻ വരുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ഈ മുല്ല ഒരിക്കലും മാനസാന്തരപ്പെടും എന്നുള്ള ധാരണയിലൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷേ ഈ മുല്ലയും എന്നെയും കേട്ടുകൊണ്ട് നിൽക്കുന്ന കുറേ ആയിരങ്ങളുണ്ട്. അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെടരുന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നാം വചനത്തിൽ ഉറക്കേണ്ടത്, നമ്മൾ പലരെയും കണ്ട് നിൽക്കുകയല്ല വേണ്ടത്, അവരുണ്ടല്ലോ ഇവരുണ്ടോ അല്ല. നമുക്ക് ചുറ്റും ഉണ്ട് 10 പേര്, അവരോടും സംസാരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഒന്നുമല്ലെങ്കിൽ നാളെ നമ്മുടെ മക്കൾ വന്നൊരു ചോദ്യം ചോദിച്ചാലും, പലർക്കും ഒറ്റ വാക്കിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ പലതുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു മറ്റു സംസ്കാരം വിശ്വസിക്കുന്ന ഈസായും ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഒന്നാണെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് നിമിത്തം എന്നാൽ പിന്നെ അവിടെ പോയാലും കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിച്ച വ്യക്തികളുണ്ട്. അങ്ങനെ ചിന്തിച്ചു പോയവരുണ്ട്. ജീവിതം നഷ്ടപ്പെട്ടവരുണ്ട് ആ കൂട്ടത്തിൽ. ഒറ്റ വാക്കിൻ്റെ വ്യത്യാസമാണ്. തിരിച്ചറിവില്ലാതെ കേട്ടുകേൾവി വെച്ച് പറഞ്ഞ ഒറ്റ വാക്ക്, അതുകൊണ്ട് ഒരു ജീവിതം നഷ്ടപ്പെട്ടത് വ്യക്തമായിട്ട് എനിക്കറിയാം. എത്ര പേര് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും? അപ്പം നാം വിശ്വസിക്കുന്ന എന്താണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് പ്രതിവാദം പറയാൻ നാം ഒരുങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതിനുള്ള തയ്യാറെടുപ്പെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നടത്താം. കുട്ടികൾ വളർന്നു വരുന്നവരാ നിങ്ങൾ ഓരോരുത്തരും. അവർക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മറുപടി കൊടുക്കാൻ, നിങ്ങളുടെ ആ തിരിച്ചറിവ് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അറിയാതെ തന്നെ, നിങ്ങൾ പറയാതെ തന്നെ ഉത്തരം ലഭിച്ചു തുടങ്ങും. ഈ വിശ്വാസം ജീവനുള്ളതല്ലെങ്കിൽ അടുത്ത തലമുറയിൽ അത് നിലനിൽക്കില്ല എന്ന് തിരിച്ചറിഞ്ഞോണം. നഷ്ടപ്പെടുന്നു ഞാൻ പറഞ്ഞ വെറുതെയല്ല. ഈ തലമുറയിൽ അതിന് ജീവനില്ലെങ്കിൽ അടുത്ത തലമുറയിൽ അത് ഉണ്ടാകത്തേയില്ല. എത്രയോ കുടുംബങ്ങളെ വേണേൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവരുണ്ട്. കണ്ണുനീരോടെ നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കാര്യം മക്കൾക്ക് ഈ വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവരിതിൽ വിശ്വസിക്കുന്നില്ല. അവർക്ക് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പനും അമ്മയ്ക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവരെ ശുശ്രൂഷകർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവരവരെ വഴിക്ക് ഇഷ്ടമുള്ളതുപോലെ പോയി. എന്നിട്ടും കണ്ടില്ല എന്ന് നടിച്ചവരാണ് നമ്മുടെ സമൂഹം. ഒരാത്മാവിൻ്റെ നഷ്ടവും നഷ്ടമാണെന്ന് തന്നെ നാം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്ന് സിജോ പറഞ്ഞ നമ്മളെ പരമേൽപ്പിച്ച ഒരു ഭയത്തെക്കുറിച്ചുള്ള വസ്തുത, അത് നിസ്സാരമാണെന്ന് കരുതരുത്. ആ വ്യക്തി ഭയം മാറി എന്ന് പറയുന്നത് വരെ നാം അതിനു വേണ്ടി പോരാടിക്കൊണ്ടേയിരിക്കണം. കാര്യം ശത്രു ഭയത്തിൽ വീഴ്ത്തിയ ഒരാൾ, നമുക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഭയത്തെ എടുത്ത് ചിന്തിച്ചു. ആ ഭയം മാറിയത് എത്ര പ്രയാസപ്പെട്ടിട്ടാണെന്ന് മാറിയിട്ടുണ്ടെങ്കിൽ മാറാത്തവരും കാണും. ഇപ്പോൾ പട്ടിയ ഭയം, വലിയ ഭയം, പൂച്ചയ ഭയം, ജലന്തിയ ഭയം, ഇങ്ങനെയുള്ള ഓരോ ഭയങ്ങളെ എടുത്തു നോക്കിക്കോ. ഇത് പാമ്പിനെ ഭയം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭയം നിങ്ങളുടെ ജീവിതത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ ആ മാറിയ പ്രോസസ്സിനെ കുറിച്ച് ചിന്തിച്ചു. എത്ര ഭയപ്പെട്ടിട്ടാണ് മാറിയിട്ടെന്ന്. എനിക്ക് ഇത്തരം അവസ്ഥയെക്കുറിച്ച് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുമുണ്ട്.
കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ദൈവം അവിടെ മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ ഭയം മാറുന്നത് വരെ നാം പോരാടിക്കൊണ്ടേയിരിക്കണം. പിശാച് തീർച്ചയായിട്ടും ലക്ഷ്യമിട്ട് തന്നെയാണ് ഭയം ഇട്ടുകൊണ്ടേയിരിക്കുന്നത്. കാരണം ഒരു വലിയ ശാപഗ്രസ്തമായ അവസ്ഥയിൽ നിന്ന് ഒരു കുടുംബ മോചനം പ്രാപിക്കാൻ തുടങ്ങുന്നത് പിശാചിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ശത്രു അതിനെ അടിപ്പെടുത്താൻ നോക്കുന്ന ആ ലക്ഷ്യങ്ങളിൽ വീണു പോകാൻ നമുക്കുണ്ടാവും. ഇന്ന് മാത്രമല്ല, ഈ ഒരു വ്യക്തി എന്നുള്ളതല്ല, ബാക്കിയുള്ളതും ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് വരുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ആ കുടുംബത്തിൽ നിന്ന് ഒന്നുപോലും നഷ്ടമാകാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ കണ്ട നിമിത്തം അവിടെ വ്യാപരിക്കേണ്ട അനുഗ്രഹം അതാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് നമുക്ക് കൊടുക്കാൻ കഴിയണം. നമ്മുടെ വിശ്വാസ കണ്ണാൽ ഇതിനെ കാണണം. ആ കുടുംബത്തിൽ നിന്ന് ബാക്കിയുള്ളവരും ക്രിസ്തുവിനാൽ ജീവൻ പ്രാപിച്ച് ഈ പൈശാചികമായ മരണത്തിൽ നിന്ന് മടങ്ങി വരുന്നതിനെ കുറിച്ച് നാം വിശ്വാസാൽ കണ്ടുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രവൃത്തിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നിർജീവമാണ്. ഓരോ നിമിഷവും നമ്മളെക്കുറിച്ച് നാം ഇത് ചിന്തിച്ചുകൊള്ളണം. എൻ്റെ വിശ്വാസം നിർജീവമാണോ? ഇന്ന് വരെ നിർജീവമാണെങ്കിൽ ഇന്ന് എൻ്റെ വിശ്വാസം ആരംഭിക്കുന്നു എന്നുള്ള തീരുമാനത്തോടെ പോകാം. ദൈവത്തിന് സ്തോത്രം. ഇന്നു മുതൽ എൻ്റെ വിശ്വാസം ജീവനുള്ളതായിരിക്കും എന്നുള്ള ബോധ്യത്തോടെ വേണം ഇന്ന് ഇവിടുന്ന് പോകാൻ. ദൈവത്തിന് സ്തോത്രം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കും.